നമസ്കാരം. ടിനി ടോം ഇപ്പോൾ എയറിലാണ് സുഹൃത്തുക്കളെ. ഒരു പോഡ്കാസ്റ്റിൽ വന്നിരുന്ന് ജസ്റ്റ് ഒന്ന് സംസാരിച്ചത് മാത്രമേ അദ്ദേഹത്തിന് ഓർമ്മയുള്ളൂ. ഷൂന്ന് റോക്കറ്റ് പോകുന്നത് പോലെ പെട്ടെന്നായിരുന്നു അദ്ദേഹം എയറിലേക്ക് കയറിയത്. അപ്പോൾ ടോക്കിംഗ് പോയിന്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ നടത്തിയ ഒരു പോഡ്കാസ്റ്റിൽ അദ്ദേഹം പങ്കെടുത്തു. ഈ പോഡ്കാസ്റ്റിനിടയിൽ അദ്ദേഹം മലയാളത്തിലെ ഒരു പ്രമുഖ നടനെ പറ്റിയിട്ട്, ഒരു മഹാനടനെ പറ്റിയിട്ട് അദ്ദേഹം ഒരു പരാമർശം നടത്തി. അപ്പൊ ഈ പരാമർശം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനാവശ്യമായിട്ടുള്ളൊരു പരാമർശമാണ്. ഒട്ടും ആവശ്യമില്ലാത്ത, അദ്ദേഹത്തിന് അറിവില്ലാത്തൊരു കാര്യത്തെ പറ്റിയിട്ട് വെറുതെ ബെഡായി അങ്ങ് അടിക്കുകയാണ്. ഇതിനു മുമ്പ് ഇതുപോലെ പല കാര്യത്തെ പറ്റിയിട്ടും അനാവശ്യമായിട്ട് സംസാരിച്ച് നിരവധി തവണ എയറിൽ കയറിയിട്ടുള്ളൊരു നടനാണ് ടിനി ടോം. അങ്ങനെ ഈ പ്രാവശ്യവും അനാവശ്യമായിട്ട്, ഇല്ല വായിക്ക് തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന് പറയുന്നത് പോലെ ആവശ്യമില്ലാതെ വിളിച്ചു കൂവി അദ്ദേഹം എയറിലേക്ക് കയറിയതാണ്. അപ്പൊ ഏത് നടനെ പറ്റിയിട്ടാണ് പരാമർശിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രേം നസീർ സാറിനെ പറ്റിയിട്ടാണ്. അപ്പൊ പ്രേം നസീർ എന്ന് പറയുന്ന നടന് മലയാളികൾക്കിടയിൽ ഒരു സ്പെഷ്യൽ പ്ലേസ് ഉണ്ട്. എത്ര കാലം കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അദ്ദേഹത്തിന്റെ ആ ഒരു സ്ഥാനം മാറത്തില്ല. ഇനി വരാനിരിക്കുന്ന ജനറേഷന് ചിലപ്പോൾ അദ്ദേഹത്തിന്റെ മഹിമ മനസ്സിലാകണമെന്നില്ല. എന്നാൽ ഇപ്പോൾ ഉള്ള, ഇതുവരെയുള്ള ജനറേഷനിലുള്ള ആൾക്കാർക്കൊക്കെ അദ്ദേഹത്തെ അറിയാം. ഇവൻ നമുക്ക് പോലും അറിയാം. നമ്മളൊക്കെ അദ്ദേഹത്തിന്റെ സിനിമകളൊന്നും അധികം കണ്ടിട്ടില്ല എങ്കിൽ പോലും നമുക്ക് അദ്ദേഹത്തെ വളരെയധികം, എനിക്കൊന്ന് കയ്യിലെ രേഖ പോലെ അറിയാമെന്ന് പറയുന്നത് പോലെയാണ്. അദ്ദേഹം അങ്ങനെ ഒരു നടനായിരുന്നു. അദ്ദേഹത്തിനെ എല്ലാവരും ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. അപ്പൊ അതുപോലൊരു നടനെ പറ്റിയിട്ട് അനാവശ്യമായിട്ട് പരാമർശം നടത്തിയ സിനിമാക്കാരെല്ലാവരും ഇടപെടും, സാംസ്കാരിക നായകന്മാർ ഇടപെടും. അങ്ങനെ മൊത്തത്തിൽ ഇപ്പൊ എല്ലാവരും ടിനി ടോമിനെ വിമർശിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ട്രോൾ വീഡിയോസ് കാണാം. കമന്റ് സെക്ഷനിലും പൂർണ്ണമായിട്ടും ടിനി ടോമിന് എതിരായിട്ടാണ് കമന്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം നടത്തിയ പരാമർശം നമുക്ക് ആദ്യം ഒന്ന് കേട്ടു നോക്കാം. അപ്പം നമ്മൾ ഇപ്പോഴുള്ള എല്ലാവരും നമ്മൾ മൈൻഡിനെ ഇത് ചെയ്ത് ട്രെയിൻ ചെയ്തെടുക്കുക എന്നുള്ളത്. അത് ഞാൻ ജഗദീഷ് ചേട്ടനാണ് കണ്ടിട്ടുള്ളത്. കോമഡി സ്റ്റാർസിൽ നമ്മൾ ജഡ്ജ് ചെയ്തിരിക്കുമ്പോൾ 10 വർഷം അത് സിനിമയിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ഗിയർ ഷിഫ്റ്റ് ചെയ്ത് ചാനലിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് പുള്ളി ആ മൈൻഡ് സെറ്റിലായി. അയ്യോ എനിക്ക് സിനിമയില്ല, ഞാനാകെ ഔട്ടായി എന്ന് പറഞ്ഞ് നിൽക്കരുത്. നമ്മളപ്പോൾ എന്താ ചെയ്യുന്നത് അതങ്ങ് ഡെഡിക്കേറ്റ് ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളാരും സൂപ്പർ സ്റ്റാർ ആകാമെന്നും പറഞ്ഞ് വീട്ടിൽ നിന്നും വന്നിട്ടില്ല, അല്ലെങ്കിൽ ആർക്കും വാഗ്ദാനം കൊടുത്തിട്ടില്ല. നമ്മൾ നന്നായിട്ട് ജീവിക്കാമെന്ന്, അല്ലെങ്കിൽ അരി മേടിക്കാമെന്നാണ് നമ്മൾ പ്രതിജ്ഞ എടുത്തിട്ടുള്ളത്. ആ രീതിയിൽ ജീവിക്കുക. നസീർ സാറ് മനസ്സ് വിഷമിച്ചാൽ മരിച്ചെന്ന് പറയുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ സ്റ്റാർഡം പോയിട്ട് എല്ലാ ദിവസവും കാലത്ത് മേക്കപ്പ് ഇട്ട് ഇറങ്ങുമെന്ന് പറയണത്. കാരണം സിനിമയില്ല. എന്നിട്ട് ബഹദൂർ ഇക്കടക്ക് വീട്ടിൽ പോയിരുന്ന് കരയുമായിരുന്നു, അടൂർ ബാസി സാറിൻ്റെ അടുത്തൊക്കെ കരഞ്ഞ് അങ്ങനെ മനസ്സ് വിഷമിച്ചാൽ മരിച്ചെന്ന് പറഞ്ഞു. രാജേഷ് ഖന്ന എന്ന് പറഞ്ഞ ആൾക്ക് 5 വർഷം കണ്ടിന്യൂസ് ഹിറ്റുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ള ഒരേ ഒരു സൂപ്പർ സ്റ്റാറാണ് സുന്ദരൻ. പുള്ളി അങ്ങ് ഔട്ടായിട്ട് ഹീറോ എന്നുള്ളൊരു സംഭവത്തിൽ നിന്ന് അങ്ങ് പോയിട്ട് ഫിലിം ഇല്ലാണ്ടായിട്ട് അക്ഷയ് കുമാർ മരുമോനുള്ളൂ. പുള്ളി എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ 5 അസിസ്റ്റൻസിന് വെച്ച് കൊടുത്തു. കാരണം ആ സ്റ്റാറായിട്ട് ജീവിച്ചിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു, കാരണം ആ ഫീൽ അത് കാരണം ഒറ്റപ്പെട്ടു പോയി. പക്ഷെ ആ സ്റ്റാർഡം നഷ്ടപ്പെടാൻ. ഇതായിരുന്നു അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്. അദ്ദേഹത്തിന്റെ ജീവിതാനുഭവത്തിൽ നിന്ന് ഒരു മെസ്സേജ് കൊടുത്തതാണ്. മറ്റുള്ളവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനും മറ്റുള്ളവർക്കൊരു ഇൻസ്പിറേഷൻ ആകാനും എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരൻ അങ്ങനെ സംസാരിച്ചത്. സിനിമ ഇല്ലെന്നുണ്ടെങ്കിലും സ്റ്റാർഡം നഷ്ടപ്പെട്ടാലും പിന്നെയും നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കണം, പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകണം, ഒരിക്കലും തളർന്നു പോകാൻ പാടില്ല എന്നുള്ളൊരു മെസ്സേജാണ് പുള്ളിക്കാരൻ കൊടുത്തത്. പക്ഷേ അങ്ങനൊരു മെസ്സേജ് കൊടുക്കുന്നതിനിടയിൽ പ്രേം നസീർ സാറിനെ ഇടിച്ചു താഴ്ത്തുന്ന രീതിയിലായിപ്പോയി സംസാരിച്ചത്. ഒരിക്കലും പ്രേം നസീർ എന്ന് പറയുന്ന മഹാനടനെ മനഃപൂർവ്വം അപമാനിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടായിരിക്കില്ല ടിനി ടോം അത് പറഞ്ഞത്. പക്ഷേ ആ ഉദ്ദേശത്തോടു കൂടിയിട്ടല്ല എങ്കിൽ പോലും അദ്ദേഹത്തെ അപമാനിക്കുന്ന രീതിയിലായില്ലേ. അതായത് പ്രേം നസീർ എന്ന് പറയുന്ന മഹാനടൻ അവസാന കാലത്ത് ഇതുപോലെ അവസരങ്ങൾ കിട്ടാതെ അലഞ്ഞു തിരിഞ്ഞു. ആ വിഷമത്തിലാണ് അദ്ദേഹം മരണപ്പെട്ടു പോയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മഹാനടനെ അപമാനിക്കുന്നതിന് തുല്യം തന്നെയാണ്. അതും പബ്ലിക്കായിട്ട് വിളിച്ചു വന്ന് പറയുവാണ്. എവിടോ കേട്ടു എന്ന് ആണ് ഇദ്ദേഹം പറയുന്നത്. അപ്പം ഈ വിഷയം വളരെ വിവാദമായതോടു കൂടിയിട്ട് അദ്ദേഹം എന്താണ് ഇപ്പൊ മാപ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മാപ്പ് പറയുന്ന ആ വീഡിയോയും കൂടി നമുക്കൊന്ന് കാണാം. ആരോ പറഞ്ഞത് കേട്ട് ഇന്റർവ്യൂവിൽ പ്രേം നസീറിനെ കുറിച്ച് വാചാലിനായി 8ന്റെ പണി മേടിച്ചിരിക്കുകയാണ് നടൻ ടിനി ടോം. പ്രേം നസീർ ആരാധകരും സിനിമാ പ്രവർത്തകരും പൊങ്കാലയുമായി എത്തിയതോടെ നിരുപാധികം മാപ്പ് പറഞ്ഞിരിക്കുകയാണ് കക്ഷി. ഇപ്പോൾ നസീർ സാറിനെ കുറിച്ചൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല. അപ്പോൾ നമ്മുടെ ഒരു സീനിയർ തന്നൊരു ഇൻഫർമേഷൻ ഇപ്പോൾ അദ്ദേഹം കൈമലർത്തുന്നുണ്ട്. അല്ലാതെ ഞാൻ അന്തരീക്ഷം നിന്ന് ആവാഹിച്ചെടുത്തതല്ല. അതിൽ നിന്നും കേട്ട ഇൻഫർമേഷൻ വെച്ചിട്ട് ഞാൻ ഷെയർ ചെയ്തൊരു കാര്യമാണ്. അത് ഒരിക്കലും മോശപ്പെടുത്താനോ അല്ലെങ്കിൽ അവഹേളിക്കാനോ അല്ല. ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിരുപാധികം മാപ്പും ക്ഷമയും ചോദിക്കാൻ ഞാൻ തയ്യാറാണ്. കാരണം ഇത്രയും വലിയൊരു ലെജൻഡിന്റെ കാൽക്കൽ വീഴാനും ഞാൻ തയ്യാറാണ്. അത്രയും വലിയൊരു വ്യക്തിത്വമാണ്. സതീഷ് സത്യൻ മാസ്റ്റർ ചോദിച്ചാൽ അറിയാം. കാരണം അദ്ദേഹത്തിനെ ഓണർ ചെയ്യണമെന്നും പറഞ്ഞിട്ട് വാദിച്ച
ഒരാളാണ്. അദ്ദേഹത്തിന് ഓണർ മെമ്പർഷിപ്പ് കൊടുത്തു. ഇത്തവണത്തെ മീറ്റിങ്ങിന് നസീർ സാറിന്റെ ശബ്ദത്തിൽ തുടങ്ങണമെന്ന് പറഞ്ഞ് വാദിച്ച ഒരാളാണ്. അതിന്റെ ഒരു AI ക്രിയേറ്റ് ചെയ്തിട്ടാണ് തുടങ്ങിയത്. അപ്പൊ അങ്ങനെയുള്ള ഒരു വലിയ വ്യക്തിത്വത്തിനെ ഞാൻ ഒരു കാരണവശാലും മനസ്സവാച കർമ്മണ ഒരിക്കലും ഞാൻ ഇങ്ങനൊരു വാർത്തയിൽ വന്ന പോലെ ഞാൻ വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുമില്ല, ചിന്തിച്ചിട്ടുമില്ല, എന്നെ കൊണ്ട് പറ്റൂല. അപ്പോ ഒരു ഉറപ്പുമില്ലാതെ ഡയലോഗ് അടിച്ച് പണി മേടിച്ചതാണെന്ന ഈ ലേലുവല്ലു പോസ്റ്റിൽ വ്യക്തമാണ്. ഇത് ഫസ്റ്റ് ടൈം ഒന്നുമല്ല ടിനിക്ക് ഇങ്ങനെ സോഷ്യൽ മീഡിയ പൊങ്കാലിടുന്നത്. പലതവണ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതായിരുന്നു അദ്ദേഹം നടത്തിയ മാപ്പപേക്ഷ. അപ്പൊ ഇദ്ദേഹം ഇതിനകത്ത് പറയുന്നുണ്ട്, മറ്റാരോ പറഞ്ഞ് കേട്ട അറിവാണ്, ഏതോ ഒരു സീനിയർ നടൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് എന്ന്. എന്നിട്ട് എന്നെ തെറ്റിദ്ധരിപ്പിച്ചതാണ്, ഇപ്പൊ ആ സീനിയർ നടൻ കൈമലർത്തുന്നു എന്നൊക്കെ ടിനി ടോം പറയുന്നുണ്ട്. സത്യത്തിൽ ഈ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറയുന്ന ഒരു ന്യായീകരണം ഇവിടെ ഉചിതമല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇനി ആരെങ്കിലും ഒക്കെ ടിനി ടോമിനോട് പറഞ്ഞിട്ടുണ്ടെന്ന് തന്നെ വിചാരിക്കുക, ഏതെങ്കിലും ഒരു സീനിയർ നടൻ ടിനി ടോമിനോട് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ വിചാരിക്കുക. അത് ഇവർ തമ്മിലുള്ള സ്വകാര്യ സംഭാഷണത്തിനിടയിലായിരിക്കുമല്ലോ പറഞ്ഞത്. അങ്ങനെ സ്വകാര്യ സംഭാഷണത്തിനിടയിൽ പറഞ്ഞൊരു കാര്യം പബ്ലിക്കിന്റെ മുമ്പിൽ വിളിച്ചു പറയുമ്പോൾ പബ്ലിക്കിന് അത് നല്ല രീതിയിൽ കൊള്ളും. പ്രത്യേകിച്ച് പ്രേം നസീറിനെ പോലെ മഹാനായിട്ടുള്ള നടനെ ആദരിക്കുന്ന കേരളീയ സമൂഹത്തിലുള്ള ആൾക്കാർക്ക് അത് കൊള്ളും. അവര് തിരിച്ച് നല്ല രീതിയിൽ പറയുക തന്നെ ചെയ്യും. ബാക്കിയുള്ള നടന്മാരും അതിനെ വിമർശിക്കും. അതങ്ങനെയാണ്. നമുക്ക് അറിവില്ലാത്തൊരു കാര്യത്തെ പറ്റിയിട്ട് നമ്മൾ അറിയാവുന്നത് പോലെ വന്നിരുന്ന് സംസാരിക്കാതെ ഇരിക്കുക. ഇദ്ദേഹത്തിന് തീരെ അറിവില്ലാത്തൊരു കാര്യമാണ്. ആരോ പറഞ്ഞു കേട്ട് മാത്രം അറിവുള്ളൊരു കാര്യമാണ്. അദ്ദേഹത്തിന് പ്രേം നസീർ നേരിട്ട് പരിചയമുണ്ടാകും. പക്ഷേ പ്രേം നസീറിന്റെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം എങ്ങനെയായിരുന്നെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചതോ എന്നൊന്നും ഇദ്ദേഹത്തിന് നേരിട്ട് പരിചയമില്ല. ആരൊക്കെയോ പറഞ്ഞു കേട്ട അറിവ് വെച്ചിട്ട് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് ഇങ്ങനെ അങ്ങ് വിളിച്ചു കൂവുകയാണ്. അത് ശരിയല്ല. അദ്ദേഹത്തിന് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പറയാം, അദ്ദേഹത്തിന്റെ ജീവിത അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങൾ പറയാം. ഇപ്പൊ ടിനി ടോം ഒരു ഇൻസ്പിറേഷൻ കൊടുക്കുകയാണ്, മോട്ടിവേഷൻ കൊടുക്കുകയാണ്. ടിനി ടോമിന്റെ ജീവിതത്തെക്കുറിച്ചും ജീവിതത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടും അദ്ദേഹത്തിനുണ്ടായ എക്സ്പീരിയൻസിനെ കുറിച്ചിട്ടും ഒക്കെ തന്നെ വന്ന് വാചാലമായിട്ട് വാചകം അടിക്കാം. പക്ഷേ മറ്റൊരാളെ കുറിച്ച് പറയുമ്പോൾ അത് അയാളെ അപമാനിക്കുന്ന രീതിയിലാണോ എന്നും കൂടി മനസ്സിലാക്കുക. ഇപ്പം ടിനി ടോം പറയുന്നു, ഞാൻ അദ്ദേഹത്തെ അപമാനിക്കാനല്ല. പക്ഷേ ടിനി ടോം പറഞ്ഞ ആ ഒരു വാക്കുകൊണ്ട് ഒരുപാട് ആൾക്കാരുടെ മുമ്പിൽ അദ്ദേഹം അപമാനിക്കപ്പെടുകയാണ് ചെയ്തത്. കാരണം അദ്ദേഹത്തെ പറ്റിയിട്ട് ആൾക്കാർ വിചാരിച്ച് വെച്ചേക്കുന്ന ഒരു ഇമേജ് ഉണ്ടല്ലോ, ആ ഇമേജ് തകർന്നു പോകുന്ന രീതിയിലാണ് ഈ പറഞ്ഞത്. അപ്പോൾ കുറേ ആൾക്കാർ പറയുന്നുണ്ട്, പ്രേം നസീർ സാർ അങ്ങനെയല്ല, ആരുടെ മുമ്പിൽ പോയി യാചിക്കുന്ന മനുഷ്യനല്ല, അവസരങ്ങൾക്ക് വേണ്ടി പോയി യാചിക്കത്തില്ല. അതുമാത്രമല്ല, അദ്ദേഹം ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. സിനിമ ഇല്ലായിരുന്ന കാലഘട്ടത്തിൽ പോലും അദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള സമ്പാദ്യം ഉണ്ടായിരുന്നു. കാരണം ഒരു ജീവിതകാലം മുഴുവൻ വേണ്ട കാര്യങ്ങൾ അദ്ദേഹം സമ്പാദിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആയുഷ്കാലത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. സിനിമ കുറച്ചു നാൾ സിനിമ ഇല്ലാതെ ഇരുന്നു എന്നതിൻ്റെ പേരിൽ പോയി യാചിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ പോയി കൈ നീട്ടി വിഷമിച്ച് കരഞ്ഞ് ആ വേദനയിൽ ഇല്ലാതെയാകുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നില്ല പ്രേം നസീർ എന്ന് അദ്ദേഹത്തോട് വളരെയധികം അടുപ്പമുള്ള ആൾക്കാർ വന്ന് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു. അപ്പം അദ്ദേഹത്തോട് അടുപ്പമുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്, അദ്ദേഹത്തിന്റെ കൂട്ടുകാർക്കൊക്കെ തന്നെ ഇത് വളരെയധികം വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കുമല്ലോ അവർ മുന്നോട്ട് വന്നിട്ട് ഇദ്ദേഹത്തെ വിമർശിച്ചത്. ഇപ്പൊ ടിനി ടോമിനെ ഈ ഒരു കാര്യത്തിൽ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. സിനിമാ ലോകത്തുള്ള ആരും തന്നെ ടിനി ടോമിനെ ഇങ്ങനൊരു കാര്യത്തിൽ സപ്പോർട്ട് ചെയ്തില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ എന്തെങ്കിലും ഒരു ഒരു ക്യാമറ വന്ന് ഫ്രണ്ടിൽ ഇരിക്കുമ്പോഴേക്കും നമുക്ക് വായി തോന്നിയത് എന്നും വിളിച്ച് പറയാമെന്നൊന്നും ഇല്ല. കാരണം പബ്ലിക്കിന്റെ മുമ്പിൽ വിളിച്ച് പറയുന്ന സമയത്ത് അത് നോട്ട് ചെയ്യും പബ്ലിക്. അങ്ങനെയാണ്. നമ്മുടെ വായിൽ നിന്ന് വരുന്ന ചെറിയൊരു വാക്കിന് എന്തെങ്കിലും ഒരു പിശക് വന്നു കഴിഞ്ഞാൽ അപ്പം അത് നോട്ട് ചെയ്യും. അങ്ങനെയാണ് പബ്ലിക്, അങ്ങനെയാണ് പൊതുസമൂഹം. അപ്പം വളരെ നമ്മൾ കൃത്യമായിട്ട് അളന്ന് മുറിച്ച് വളരെയധികം കാൽക്കുലേറ്റ് ഒക്കെ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളൊരു കാര്യം സംസാരിക്കാൻ പാടുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ ജഡ്ജ് ചെയ്യും. ഇതിപ്പം മാപ്പ് പറഞ്ഞത് ഏതായാലും നന്നായി, പക്ഷെ കുറച്ച് ദിവസത്തിന് ഏതായാലും എയറിൽ തന്നെ ആയിരിക്കും. കുറച്ച് കഴിയും എയറിൽ നിന്ന് തിരിച്ചിറങ്ങി വരാൻ. ഇദ്ദേഹത്തിന് നല്ല അനുഭവം ഉള്ളത് കൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇപ്പം അദ്ദേഹം വലിയ സിനിമയൊന്നും അഭിനയിക്കുന്നില്ല. അപ്പം ആ ഒരു സമയത്ത് അതിനെ പറ്റിയിട്ട് വാചാലനായതാണ്. പക്ഷെ അബദ്ധം പറ്റിപ്പോയി, എന്ത് ചെയ്യാനാണ്.